ഹലോ ഗൈസ്, അങ്ങനെ അനഘയുടെ കൈവിരലുകൾ ചെറുതായിട്ട് ഇളകി തുടങ്ങാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ കണ്ണിൽ അത് പെടുന്നുണ്ട്. ഇത് കണ്ട പാടെ തന്നെ ആ ചേച്ചിക്ക് അത് വളരെയധികം സന്തോഷമാവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ചേച്ചി ഫോൺ എടുത്ത് ആദർശിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആദർശ് ഓഫീസിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയായാലും ഈ വിവരം അനന്തപുരിക്കാരെ അറിയിക്കണം. അതിനുവേണ്ടി ആ ചേച്ചി പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് അനന്തപുരിയിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചേച്ചി അനന്തപുരിയിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ആ വീട്ടിലെ ഓരോ നീക്കവും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അഭി 2 ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അവരിതൊക്കെ നന്നായിട്ട് വീക്ഷിക്കാൻ കേട്ടോ. തിടുക്കപ്പെട്ട് ആ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ ഇവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ അഭിയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ചേച്ചി അനന്തപുരിയിലെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അഭി എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയാണ്. ഇനി എന്താ ഉണ്ടാവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അഭി സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പലതും സംഭവിക്കും. അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് അഭി അനഘയെ കാണാൻ വേണ്ടി അനഘയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് അഭി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അനഘയ്ക്കാണെങ്കിൽ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഈ ചേച്ചി. അങ്ങനെ കൊടുത്തോണ്ടിരുന്ന കഞ്ഞി ഒരു സൈഡിൽ വെച്ചിട്ട് ആ ചേച്ചി പോയിട്ട് ജനലിന്റെ കർട്ടൻ മാറ്റിയിട്ട് പുറത്തോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് അഭി അവിടെ നിൽക്കുന്നത് കാണിക്കുന്നത്. ഓ, അഭി സാറാണല്ലോ. അല്ല, എന്തിനാ ഈ സാർ എപ്പോഴും ഇവിടെ വരുന്നത്? വെറുതെ അനഘ മോളെ ദേഷ്യം പിടിപ്പിക്കാൻ. ആ സമയത്ത് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അഭി കോളിംഗ് ബെൽ അടിച്ചോണ്ട് നിൽക്കാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ചേച്ചി പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പൊ തന്നെ അഭി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എവിടെയായിരുന്നു നിങ്ങൾ? എത്ര നേരമായി ഞാൻ കോളിംഗ് ബെൽ അടിക്കുന്നു. അയ്യോ സാറേ, ഞാൻ അടുക്കളയിലായിരുന്നു, കേട്ടില്ല. ഓഹോ, ഇവിടുന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുന്ന നിങ്ങൾ കേട്ടില്ല അല്ലേ? ഇത് ഞാൻ വിശ്വസിക്കണോ? സാറേ, അടുപ്പിൽ പാചകം ചെയ്യായിരുന്നു, പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയില്ല സാറേ. ഇടയ്ക്ക് അനഘ മോൾക്ക് കഞ്ഞിയും കൊടുക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തുറന്നോളണം. ശരി സാറേ. അങ്ങോട്ട് മാറി നിൽക്ക്. പിന്നെ നിങ്ങൾ ഇവിടെ നിന്നോണം, അങ്ങോട്ട് വരണ്ട. എനിക്ക് ചില കാര്യങ്ങൾ അനഘയോട് സംസാരിക്കാനുണ്ട്. ശരി സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ പോകുന്നവരെ ഇവിടെ നിന്നാ മതി. ആരെങ്കിലും വരെയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ശരി. ദേ, പിന്നൊരു കാര്യം, ഇവിടേക്ക് എന്റെ മുത്തശ്ശന് ആദർശം വരും. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്ന കാര്യം പറയണമെന്നില്ല. എനിക്കറിയാം നിങ്ങൾ തന്നെയായിരിക്കും അത് അവരോട് പറയുന്നതെന്ന്. എന്നാ അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് അഭി ദേഷ്യം പിടിച്ച് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ പോക്ക് പോകുന്നത് കണ്ടപ്പോ തന്നെ ഈ ചേച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ സാറ് മാത്രം എന്താ ഇങ്ങനെ? ആദർശ സാറും മൂർത്തി സാറും ഒക്കെ വളരെ നല്ലവരാ. അവരെ പോലെ ഒന്നും അല്ലല്ലോ ഇവനൊക്കെ മൂർത്തി സാറിന്റെ കൊച്ചുമകനാണോ? വെറുതെ മൂർത്തി സാറെ പറയിപ്പിക്കാൻ. അയ്യോ, ഇനി അനഘ കുഞ്ഞിന്റെ അടുത്ത് എന്നിട്ട് കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ സാറ് പറയും. ശരിക്കും പറഞ്ഞ അനഘ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇവൻ വരുന്നത്. എന്ത് ചെയ്യാനാ? ആ കുഞ്ഞിന്റെ വിധിയെന്ന് പറയാം. ഇതും പറഞ്ഞോണ്ട് സഹതാപത്തോടെ ആ ചേച്ചി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനഘയുടെ മുറിയാണ് കേട്ടോ. അഭയാണെന്നുണ്ടെങ്കിൽ അനഘയെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അനഘയുടെ മുഖമൊക്കെ ആകെ കറുത്തിരുണ്ട് വരികയാണ് കേട്ടോ. കിടക്കുകയാണെന്നുണ്ടെങ്കിലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേടി? നീ എന്താ വിചാരിച്ചത്? നിന്റെ കയ്യോ കാല അനങ്ങുമ്പോഴേക്കും നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നോ? അങ്ങനെ വല്ലതും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ ദേ ഈ തലയണമ തീരും നിന്റെ ജീവൻ. നിന്റെ ഇപ്പോഴത്തെ ജീവൻ എടുക്കാനേ ഞാൻ തന്നെ ധാരാളമാ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇതുപോലെ ജഡം പോലെ കിടന്നോളണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിക്കുന്നിടത്തോളം ജീവിക്കാം. അല്ലാതെ കയ്യും കാലും ഇട്ട് അനക്ക് വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. അവളുടെ മുഖം ഇരുണ്ട് വരുന്ന കണ്ടില്ലേ? നിനക്കിപ്പ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകും അല്ലടി? നിന്റെ ആ ചാവേർ കുഞ്ഞുണ്ടല്ലോ, അതിനെപ്പോ എന്റെ വീട്ടിലെ ചില അലവലാദികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഷോ, അതിന് എന്റെ മുന്നിൽ കണ്ണോണ്ട് എനിക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. എന്നെങ്കിലും ഒരു ദിവസം അതിന് തീർക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ തീർത്തിരിക്കും. അപ്പൊ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നോളണം. നേരത്തിന് വേണ്ടത് ഇവിടെയുള്ള ആ സ്ത്രീയില്ലേ, അവരെത്തിച്ചേരും. അതും കഴിച്ചോണ്ട് ഇവിടെ അങ്ങ് കിടന്നാ മതി. ഇതും പറഞ്ഞോണ്ട് അഭി ചേറിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കഴുത്ത് നെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഈ അഭി അത് ചെയ്യില്ല. അപ്പൊ വരട്ടെടി. ഇതും പറഞ്ഞുകൊണ്ട് അഭി തിരിഞ്ഞു നടക്കാൻ കേട്ടോ. ആ സമയത്താണ് അനഘയുടെ കൈ ഇളകുന്നതായിട്ട് അഭിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. പെട്ടെന്ന് തന്നെ അഭി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോ അനഘയുടെ കൈ ചലിക്കുന്നത് പോലെ തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അഭി വിചാരിക്കും അഭിക്ക് തോന്നിയതാണെന്ന്. അവളുടെ കൈവിരൽ പിളകിയില്ലേ? എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് അഭി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം അനഘ അത് കൺട്രോൾ ചെയ്തതാണ് കേട്ടോ. അതായത് അനഘയ്ക്ക് അഭിയാണ് ഇപ്പൊ നല്ല ട്രീറ്റ്മെന്റ്. അഭി ഇതുപോലെയൊക്കെ അനഘയുടെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് അനഘ കൂടുതൽ ജീവിതത്തിലോട്ട് വരാനുള്ള സാധ്യത കൂടുന്നത്. അങ്ങനെ അഭിയാണെങ്കിൽ അവിടെ നിറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ഈ ചേച്ചി മുറിയിലോട്ട് വരുന്നുണ്ട്. മോളെ, ആ സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോളെ വിഷമിപ്പിച്ച് കാണും അല്ലേ? മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ചില കാലമാടന്മാരുണ്ട് ഇതുപോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളോട് പോലും ദയയില്ലാത്തവന്മാർ. അങ്ങനെ കൂട്ടിയാ മതി. മോൾ ഈ കഞ്ഞി കുടിക്ക്. ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. മരുന്നുകളൊക്കെ കഴിക്കാൻ കിടക്കുക. എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. ഇതും പറഞ്ഞുകൊണ്ട് കഞ്ഞി എടുക്കുന്ന സമയത്താണ് അനഘയുടെ കൈ ചെറുതായിട്ട് ഇളകുന്നത് കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ ചേച്ചി 2 കൈയും വിട്ട് ആ കയ്യിലുണ്ടായിരുന്ന കഞ്ഞി താഴോട്ട് വീണ് പതിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ എന്താ ഈ കാണുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് സ്വപ്നം വല്ലതും ആണോ?
ഇതും പറഞ്ഞോണ്ട് ആ ചേച്ചി വീണ്ടും കൈകളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോ കയ്യും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. മോളെ അനഘ, നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അനഘയുടെ ശരീരത്തിനോ മുഖത്തിന്റെ ഭാഗത്തിനോ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അനഘയുടെ കൈകാലുകൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോളെ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. പക്ഷെ ഒരു മാറ്റമില്ല കേട്ടോ. അപ്പൊ ആ ചേച്ചി പറയുന്നുണ്ട്, ഏതായാലും ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ ആദർശ് സാറെ അറിയിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഫോൺ എടുക്കാണ്. എന്നിട്ട് ആദർശിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ക്ലയൻസുമായിട്ട് അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിലാണ് കേട്ടോ. ആദർശിന്റെ ഫോണ് സൈലന്റ് ആയി കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ കിടന്ന ഫോൺ അടിയുന്നുണ്ട് കേട്ടോ. പക്ഷെ സൈലന്റ് ആയതുകൊണ്ട് തന്നെ ആദർശിന്റെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല. ഒരു 4-5 തവണ ഈ ചേച്ചി വിളിച്ചോണ്ടിരുന്നു കേട്ടോ. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ ചേച്ചി പറയുന്നുണ്ട്, അയ്യോ ആരും എടുക്കുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ വിളിച്ച് ആരെ അറിയിക്കും? മൂർത്തി സാറിന്റെ നമ്പറും എന്റെ കയ്യിലില്ല. ഡോക്ടറെ വിളിച്ചു വരുത്തിയാലോ? അല്ല, അത് വേണ്ട. ആദ്യം അനന്തപുരിക്കാരറിയട്ടെ. ഒരു ഓട്ടോ കയറി അനന്തപുരിയിലേക്ക് പോവാം. മോളെ അനഘേ, ഞാൻ ഇവരും അനന്തപുരിയിൽ അറിയിച്ചിട്ട് വരാം. എത്രയും പെട്ടെന്ന്. ഇവിടെ അടുത്തല്ലേ അനന്തപുരി, അവിടെ ചെന്ന് കാര്യങ്ങൾ അറിയിച്ചിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് ആ ചേച്ചിയെ ഒരു കവറും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. വാതിലൊക്കെ പിന്നാമ്പുറത്തു നിന്ന് മുൻപിൽ നിന്നൊക്കെ നന്നായിട്ട് അടച്ച് ഭദ്രമായിട്ടാട്ടോ പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഈ ഇറങ്ങുന്ന ഇറക്കം തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു മരത്തിന്റെ ഇപ്പുറത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് 2 ഗുണ്ടകൾ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എടാ, ആ തള്ള ഇത് എങ്ങോട്ടും ഇറങ്ങി പോകുന്നു. അല്ല, ഈ തള്ള അങ്ങനെ വെറുതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ. വല്ല ഡെലിവറി ബോയും വന്നാലേ ആ തള്ള പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഇപ്പൊ ആ തള്ള വാതിലൊക്കെ അടച്ച് എങ്ങോട്ട് പോവുക. അതിനർത്ഥം എന്തോ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ അതെ, എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയണം. നീ വന്നേ. എടാ, അതിനാ വീടൊക്കെ അവര് മൊത്തത്തിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഏതായാലും അവര് പോയില്ലേ, പിന്നെ ആ ജഡം പോലെ കിടക്കുന്ന പെണ്ണല്ലേ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നീ വാ. ആദ്യം എന്തായാലും അഭിസാറെ ഈ വിവരം അറിയിക്കണ്ടേ? ആ, അറിയിക്കണം. സാർ ഇപ്പൊ വന്നു പോയല്ലേ ഉള്ളൂ. നീ പെട്ടെന്ന് സാറെ വിളിക്ക്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് അബിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഫോണിൽ അബി എടുക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോ ആ ഗുണ്ട പറയുന്നുണ്ട്, ഈ കാലമാടനില്ലേനും ആവശ്യത്തിന് വിളിച്ച എടുക്കത്തില്ല. എന്നിട്ട് പറയും നമ്മളെ ഇവിടെ നിർത്തിയതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന്. ഇവന്മാരുടെയൊക്കെ കാൽച്ചവിട്ടി കിടന്ന് പണിയെടുക്കുന്നത് നമ്മളെ വേണം പറയാൻ. അങ്ങനെ 2ാമത്തെ ഡയലില് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ, എന്തിനാണ് വെറുതെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഡ്രൈവ് ചെയ്യാണെന്ന് അറിഞ്ഞൂടെ? സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദേ, അവിടെ ഉണ്ടായിരുന്ന തള്ളയുണ്ടല്ലോ, അതിപ്പോ ഇറങ്ങി പുറത്തോട്ട് ഓടി പോകുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു ആ പെണ്ണിനെന്തോ മാറ്റം വന്നെന്നാ. എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ അവിടെ പോയി നോക്കടാ. സാറേ, മുന്നീന്നും പിന്നീന്നും ഒക്കെ അവരെ അടിച്ചിട്ടേക്കുക. ഇനി ജനല വഴി എങ്ങാനും നോക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ, എന്നാ പിന്നെ അങ്ങ് ചെല്ല്. ഇത് പറയുകൊണ്ട് അവര് 2 പേരും മതില് ചാടിക്കൊണ്ട് ആ വീട്ടിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ജനലിന്റെ അടുത്ത് ചെന്ന് ജനൽ തുറന്നു നോക്കുമ്പോ അനഘയാണെന്നുണ്ടെങ്കിൽ ഒരനക്കവും ഇല്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അവര് പറയുന്നുണ്ട്, സാറേ, ഈ പെണ്ണിന് പ്രത്യേകിച്ച് അനക്കമൊന്നും കാണുന്നില്ല. ഇത് പറയാനാണോടാ എന്നെ വിളിച്ചത്? വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. ആ സ്ത്രീ എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങാൻ പോയതായിരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ സാറേ, എല്ലാം എത്തിച്ചേരാൻ ഒരു ഡെലിവറി ബോയ് ഇല്ലേ? ദേ, വെച്ചിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കേണ്ട. ആ സമയത്താണ് മറ്റൊരു അനഘയുടെ കാലിളകുന്നത് ശ്രദ്ധിക്കുന്നത്. എടാ, അങ്ങോട്ട് നോക്കി, ആ പെണ്ണിന്റെ കാലിളകുന്നില്ലേ? ആ അതെ സാറേ, ഇവളുടെ കാലിളകുന്നുണ്ട്. എന്താ, കാലിളകുന്നുണ്ടോ? അതെ സാറേ, ഇവളുടെ കാലിളകുന്നുണ്ട്. എന്നാ പിന്നെ അകത്ത് കയറി ഒരു പില്ലോ എടുത്ത് അവളുടെ മുഖത്ത് പൊത്ത് അവളെ കൊല്ലങ്ങോട്ട്. അയ്യോ സാറേ, സാറ് നമ്മളെ കൊല്ലാനല്ലേ ഏൽപ്പിച്ചത്? ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്നല്ലേ ഏൽപ്പിച്ചത്? ഞങ്ങൾ അങ്ങനെ ആരും കൊല്ലാറില്ല. കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കാറുണ്ട്. കയ്യും കാലും തല്ലി ഓടിക്കും. അങ്ങനെ കൊല്ലാനൊന്നും നിൽക്കാറില്ല. ഛേ, നിങ്ങളൊക്കെ ആരാടോ ഗുണ്ടകളെന്ന് വിളിക്കുന്നത്? മാസം എണ്ണി പൈസ വാങ്ങാൻ ഒരു എളുപ്പമില്ലല്ലോ. കൊല്ലാൻ പറഞ്ഞിട്ട് കൊല്ലാൻ നിൽക്കുന്നു. ഛേ, എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് എടുക്ക്. എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് അവളെ ഒളിപ്പിക്ക്. പോലീസിന് പോലും എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത്. ആ, അത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ സാറേ. എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ചേച്ചി അനന്തപുരിയിൽ വന്ന് ഇറങ്ങുന്നതാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ മുന്നിൽ തന്നെ ജാനകി നിൽക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം ചേച്ചി. ആരാ? എന്ത് വേണം? ഞാൻ ഇവിടെ അടുത്തുനിന്നാ. ഒരു ഹോം നേഴ്സാ. അനഘ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച ഹോം നേഴ്സാ. എനിക്ക് മൂർത്തി സാറ് ഒന്ന് കാണണം. ഓ, ആദർശിന്റെ മുൻകാമികയെ നോക്കാൻ ഏൽപ്പിച്ച ഹോം നേഴ്സ് അല്ലേ? ചേച്ചി, എനിക്കൊന്ന് മൂർത്തി സാറെ കാണണം. എന്തിനാ? അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളാം. അതെന്താ ഇവിടെ പറയാൻ പറ്റില്ലേ? നീ ഇവിടെ പറയുമെങ്കിൽ മാത്രമേ അവിടെ പറയത്തുള്ളൂ. എന്നാ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. ഹാ, ചേച്ചി എന്താ ഇവിടെ? അല്ല, അപ്പൊ അനഘയുടെ അടുത്ത് ചേച്ചി അല്ലാതെ വേറെ ആരാ? മോളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ ആദർശ് സാറ് ഫോൺ എടുക്കുന്നില്ല. മൂർത്തി സാറെ കണ്ട് വിവരം പറയാനായിട്ട് വന്നതാ. എന്താ ചേച്ചി, എന്താ കാര്യം? അപ്പോഴാണ് നയനെ ചുറ്റിലുള്ളവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ തന്നെ നയനെ പറയുന്നുണ്ട്, ചേച്ചി അകത്തോട്ട് വാ, നമുക്ക് അകത്ത് ഇരുന്ന് സംസാരിക്കാം. ഇതും പറഞ്ഞ് മുത്തശ്ശന്റെ അടുത്തോട്ട് ഈ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആഹാ, ഇതാരാ ഇത്? നമ്മുടെ അനഘയുടെ ഹോം നേഴ്സോ? എന്താ ഇവിടെ? സാറേ, അനഘ കുഞ്ഞിന് ചെറിയ ഇളക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ
ഇളക്കങ്ങൾ ഉണ്ടെന്നോ? എന്നിട്ട് ആദർശിനെ വിളിച്ച് പറഞ്ഞില്ലേ? ആദർശ് സാറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സാറ് തിരക്കിലാണെന്നാ തോന്നുന്നത്. എന്തായാലും എന്തെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് ചെയ്യണം സാറേ. ആണോ? എങ്കിൽ പിന്നെ അവിടെ അടച്ചിട്ട് വന്നേക്കില്ലേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് അനഘയുടെ അടുത്തോട്ട് ചെന്നോളൂ. ഞാൻ ഡോക്ടറെ വിളിച്ച് വിവരം അറിയിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഡോക്ടർക്ക് വിളിക്കുന്നുണ്ട്. ഹലോ. ഹലോ, മൂർത്തി സാർ എന്തിനാ വിളിച്ചത്? ഡോക്ടറെ, ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാ. അനങ്കമോൾക്ക് ഒരു മാറ്റം വന്നു. കൈകാലുകൾ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടെന്നാ ഹോം നേഴ്സ് പറഞ്ഞത്. ഓ, മിറാക്കിൾ. 99% ചാൻസ് കുറവായിരുന്നു. എന്നാലും അനക്ക് തിരിച്ചു വരുന്നു എന്നറിയുമ്പോ ഒരു സന്തോഷം. സാർ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ഇതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂർത്തി സാറോടൊപ്പം തന്നെ ഈ ഹോം നേഴ്സും നയനയും എല്ലാവരും കൂടി ഈ വീട്ടിലോട്ട് ചെല്ലാണ്. അങ്ങനെ കാറിൽ ഇരുന്നോണ്ട് തന്നെ മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട്, മോളെ നയനെ, ഒന്ന് ആദർശിന് ഫോൺ ചെയ്തു നോക്ക്. ഞാൻ കുറെ നേരമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക മുത്തശ്ശ, ആദർശേട്ടൻ എടുക്കുന്നില്ല. ഓഫീസറെ ചിലപ്പോ എന്തെങ്കിലും മീറ്റിംഗ് വല്ലതും കാണും. എങ്കിൽ പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടാക്കണ്ട. ആ സമയത്ത് മുത്തശ്ശി ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നയന ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മുത്തശ്ശി. മോളെ, അവിടെ എത്തിയോ? മോൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മുത്തശ്ശി, ഞങ്ങൾ എത്തിയിട്ടില്ല. ഇവിടെ വീടെത്താറാകുന്നേ ഉള്ളൂ. മോളെ, അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ വിളിച്ചറിയിക്കണേ. ശരി മുത്തശ്ശി. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ആദർശിന്റെ ഓഫീസാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആദർശ് ഫോൺ എടുക്കുന്നുണ്ട്. അയ്യോ, ഒരുപാട് മിസ് കോൾ ഉണ്ടല്ലോ. നയന തന്നെ ഒരു 10 തവണ വിളിച്ചിട്ടുണ്ട്. അയ്യോ, അനഘയുടെ ഹോം നേഴ്സ് വിളിച്ചിട്ടുണ്ടല്ലോ. ഇതും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നയനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശ്. നീ ഒരുപാട് തവണ വിളിച്ചല്ലോ. ആദർശേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ നയനെ, എന്തു പറ്റി? ആദർശേട്ടാ, അനഘയുടെ കൈയും കാലും ഒക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. ആദർശേട്ടാ, ഈ വിവരം അറിയിക്കാനാ ഹോം നേഴ്സ് ആദർശേട്ടനെ വിളിച്ചത്. പക്ഷെ ആദർശേട്ടൻ എടുത്തില്ല. നയനി, നിങ്ങളിപ്പോ എവിടെയാ? അനഘയെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ? ഇല്ല, ഡോക്ടർ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. ഞങ്ങൾ അനഘയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാനും അങ്ങോട്ടേക്ക് എത്താം. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, ആദർശൻ അവിടെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ വരണ്ടെന്ന് പറ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ആദർശേട്ടാ, തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ വരണ്ടെന്നാ മുത്തശ്ശൻ പറയുന്നത്. ആണോ? എന്നാ പിന്നെ അവിടെയുള്ള വിവരം നീ വിളിച്ചറിയിക്കുന്നതിനെ. ശരി ആദർശേട്ടാ. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ അനഘയുടെ വീട്ടിലോട്ട് കയറുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ചേച്ചി വീട്ടിലിറങ്ങിയപ്പോ തന്നെ വീടിന്റെ വാതില് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അവരെല്ലാവരും മുറിയിലോട്ട് കയറുമ്പോ അനഘ ആ ബെഡിൽ കാണുന്നുണ്ടാവില്ല കേട്ടോ. അയ്യോ സാറേ, അനഘമോൾ ഇവിടെ കാണാനില്ല. എന്ത്? അനഘയെ കാണാനില്ലെന്നോ? അനഘമോൾ എവിടെ പോവാനാ? അറിയില്ല സാറേ, ഇവിടെ കിടത്തിയതല്ലേ മോളെ. മോളെ ഇപ്പൊ ഇവിടെ കാണുന്നില്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത് സാറേ? ഇനിയെങ്ങാനും കുഞ്ഞ് എഴുന്നേറ്റ് എങ്ങോട്ടേലും പോയി കാണുമോ? ഒരിക്കലുമില്ല. കോമാ സ്റ്റേജിൽ നിന്നും പെട്ടെന്ന് ഒരാൾക്ക് റിക്കവർ ആയിട്ട് വരാൻ പറ്റില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ നയന പറയുന്നുണ്ട്, മുത്തശ്ശ, ഇനി അബി എന്തെങ്കിലും കളിച്ചോ? അബി ഈ വിവരം അറിഞ്ഞു കാണോ? ചിലപ്പോ അവന്റെ അമ്മ ചേച്ചി വന്ന വിവരം വിളിച്ചു പറഞ്ഞു കാണോ? ഒന്നും പറയാനാവില്ല. ആ കഴുകൻ എന്തും ചെയ്യും. പറ്റുമെങ്കിൽ അനഘമോളുടെ ജീവൻ എടുക്കും അവൻ. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തണം. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷിക്കാൻ പുറപ്പെടുന്നുണ്ട്. പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. മോള് പെട്ടെന്ന് ആദർശനെ വിളിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആദർശ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എന്തുപറ്റി നയനെ? ആദർശേട്ടാ, നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടെ അനഘയെ കാണാനില്ല. എന്ത്? അനഘയെ കാണാനില്ലെന്നോ? അതെ, അനഘ ഇവിടുന്ന് എവിടേക്കോ മാറ്റിയിട്ടുണ്ട് ആരോ. അബി തന്നെ ആയിരിക്കും. അവനായിരിക്കും ഇത്തരം ചീപ്പ് കളികളൊക്കെ കളിക്കുന്നത്. ഈ വിവരം പോലീസിനെ അറിയിച്ചില്ലേ? പോലീസിനെയൊക്കെ അറിയിച്ചു. പക്ഷെ എപ്പോ കൊണ്ടുപോയതാണെന്ന് അറിയാൻ പറ്റില്ല. നൈനി, ഞാനൊന്ന് അന്വേഷിക്കാം. ഞാൻ ഇവിടുന്ന് ഓഫീസിൽ ഇറങ്ങട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ്. അനഘ ഈ ഗുണ്ടകൾ ചുമന്നോണ്ട് ഒരു ഗോഡൌൺ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. ഇനി ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു എപ്പിസോഡ് ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.